Hello students, നമുക്ക് തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ പാർട്ട് ബിയിലേക്ക് വരാം. പാർട്ട് ബിയുടെ പ്രൂഫാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. പാർട്ട് എയുടെ പ്രൂഫ് കണ്ടായിരുന്നു. പ്രൂഫ് ഓഫ് പാർട്ട് ബി. In part B, we have to prove the product minus a into minus b equal to minus a into minus b equal to a into b. Minus a into minus b, we know that minus a equal to minus 1 into a. അത് എക്ക് ഉപയോഗിക്കാം, ബിക്ക് ഉപയോഗിക്കുന്നെങ്കിൽ മൈനസ് ബി ഈക്വൽ ടു മൈനസ് 1 ഇൻറ്റു ബി എന്ന് ഉപയോഗിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ അത് ബിക്ക് ഉപയോഗിക്കാൻ പോവാണ്. മൈനസ് എ ഇൻറ്റു മൈനസ് 1 ഇൻറ്റു ബി എന്ന് അത് എഴുതുകയാണ്. ദിസ് ഈസ് ബൈ ദ റിസൾട്ട് മൈനസ് എ ലാസ്റ്റ് ഡേയ്സ് റിസൾട്ട് മൈനസ് എ ഈക്വൽ ടു മൈനസ് 1 ഇൻറ്റു എ. അത് ബിക്ക് ഉപയോഗിച്ചെന്നുള്ളൂ. അല്ല എഴുതണമെങ്കിൽ ബിക്ക് എഴുതിക്കോ. മൈനസ് ബി ഈക്വൽ ടു മൈനസ് 1 ഇൻറ്റു ബി, ബിക്കോസ് റീസൺ അല്ല എഴുതുന്നത്, അതുകൊണ്ട് അങ്ങനെ എഴുതാം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് എ ഇൻറ്റു മൈനസ് 1 അസോസിയേറ്റ് ചെയ്യുന്നു. മൈനസ് എ 3 റിയൽ നമ്പേഴ്സ് മൈനസ് എയും മൈനസ് 1ഉം ബിയും ഉള്ളത്. ഇപ്പോൾ അസോസിയേഷൻ ഇത് തമ്മിലായിരുന്നു ശരിക്കും. മൈനസ് ബി എ ആണ് മൈനസ് 1 ഇൻറ്റു ബി എന്ന് എഴുതിയിരിക്കുന്നത്. ആ അസോസിയേഷൻ എ ഇൻറ്റു ബി സി ആണ്. അതിനെ ഞാൻ എ ബി ഇൻറ്റു സി എന്നുള്ള ഫോമിലേക്ക് ആക്കുകയാണ്. മൈനസ് എയും മൈനസ് 1ഉം അസോസിയേറ്റ് ചെയ്യുന്നു, ബി എ സെപ്പറേറ്റ് ചെയ്യുന്നു. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ, ഓൾജിബ്രായിക് പ്രോപ്പർട്ടി ഓഫ് റിയൽ ലൈൻ. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് എഴുതുക, അല്ലെങ്കിൽ M2 ആണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. M2 എന്നുള്ള കോഡ് ഉപയോഗിക്കും. ദെൻ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് എ ഇൻറ്റു മൈനസ് 1 ക്യാൻ ബി rewritten like minus 1 into minus a. Which property we have used? The property is commutative property with respect to multiplication, algebraic property with respect to multiplication. ആദ്യത്തേത് m1 എന്ന് ഏത് രണ്ട് റിയൽ നമ്പേഴ്സും കമ്മ്യൂട്ട് ചെയ്യും. m1 എന്ന് നമുക്ക് എഴുതാം. മൈനസ് 1 ഇൻറ്റു മൈനസ് എ, മൈനസ് 1 ഇൻറ്റു എ ഈക്വൽ ടു മൈനസ് എ. minus 1 into minus a equal to, this means minus 1 into a is a negative of a. Minus 1 into minus a is a negative of minus a. Minus of minus a എന്ന് ഇതേ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് എഴുതാം. ബ്രാക്കറ്റിലുള്ളത് മൈനസ് ഓഫ് മൈനസ് എ എന്നായി. അപ്പോൾ ഇന്നലത്തെ ലാസ്റ്റ് ഡേയിലെ പ്രോബ്ലത്തിൻ്റെ പാർട്ട് സി തന്നെയാണ് പിന്നെയും ഉപയോഗിച്ചത്. പാർട്ട് സി എക്സർസൈസ് 1 അല്ലെ റിസൾട്ട് എഴുതുക. മൈനസ് 1 ഇൻറ്റു എ ഈക്വൽ ടു മൈനസ് എ. മൈനസ് 1 ഇൻറ്റു മൈനസ് എക്ക് അത് ഉപയോഗിച്ച്, അപ്പോൾ മൈനസ് എക്ക് ഉപയോഗിക്കുമ്പോൾ നെഗറ്റീവ് ഓഫ് മൈനസ് എ എന്ന് എഴുതണം. ആൻഡ് ഇൻ ദാറ്റ് പ്രോബ്ലം ഇറ്റ് സെൽഫ് വി ഹാവ് പാർട്ട് ബി മൈനസ് ഓഫ് മൈനസ് എ ഈക്വൽ ടു എ. മൈനസ് ഓഫ് മൈനസ് എ ഈക്വൽ ടു എ. റീസൺ അതാണ്. മൈനസ് ഓഫ് മൈനസ് എ ഈക്വൽ ടു എ. പാർട്ട് ബി ഓഫ് ദ സെയിം എക്സർസൈസ് 1. അപ്പോൾ അത് എ ഇൻറ്റു ബി എന്നായി. റീസൺ ഇതാണ്, എ ഇൻറ്റു ബി എന്ന് നമുക്കതിനെ റീറൈറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ വി ക്യാൻ മൂവ് ടു പാർട്ട് സി ഓഫ് ദ ക്വസ്റ്റ്യൻ. പാർട്ട് സി ഓഫ് ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വി ഹാവ് ടു പ്രൂവ് 1 by minus a, 1 by negative of a equal to negative of 1 by a minus of 1 by a. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. 1 by minus a equal to minus of 1 by a. 1 by negative of a equal to negative of 1 by a. അപ്പോൾ നമ്മൾ പറഞ്ഞ നല്ല ലോജിക്ക് നെഗറ്റീവ് ഓഫ് 1 by a, ഒരാളുടെ നെഗറ്റീവ് പ്രൂവ് ചെയ്യാൻ നെഗറ്റീവ് ഓഫ് 1 by a ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? 1 by a യുടെ നെഗറ്റീവ് ഈ കാണുന്നതാണ് പ്രൂവ് ചെയ്യണം. 1 by a യുടെ കൂടെ അതുകൂടി ആഡ് ചെയ്താൽ 1 by a പ്ലസ് 1 by മൈനസ് എ അങ്ങനെ ഇങ്ങനെ എടുക്കാം. 1 by a പ്ലസ് ഒരു ബ്രാക്കറ്റ് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതാണ്. 1 by a പ്ലസ് 1 by മൈനസ് എ ഈക്വൽ ടു, ഇപ്പോൾ വേറെ ഒന്നും നോക്കണ്ട, ഡിനോമിനേറ്ററിൽ 2 റിയൽ നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചാൽ LCM എടുക്കുന്നത് പോലെ ഇത്
മൈനസ് എ ഈസ് -1 ഇൻറ്റു എ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് LCM എടുക്കാം. 1/a പ്ലസ് 1/, മൈനസ് എ ഈസ് -1 ഇൻറ്റു എ, നമ്മുടെ ലാസ്റ്റ് റിസൾട്ട്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/a പ്ലസ് can write the common denominator a into -1 അല്ലെ -1 into a, -1 into a എന്ന് തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. -1 into a as the common denominator. അത് -a ആണെന്നുള്ളതൊക്കെ വേറെ കാര്യം. -1 into a as the common denominator. Then we get in the numerator, here we have a only, we have -1, and in the other part -1 into a is there, therefore we get 1. Here 1 plus -1, a plus minus a equal to 0. 1 plus -1 equal to 0 divided by -1 into a. 0 divided by -1 into a. A not equal to 0. Then only 1/a is valid. Then a non-zero ആയിടത്തെ റെസിപ്രോക്കൽ 1/a ഉള്ളൂ എന്ന് നമ്മൾ നേരത്തെ തന്നെ algebraic മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞെടുത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. algebraic പ്രോപ്പർട്ടീസിലെ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞത്. Then this is anyway 0. This is equal to 0. 1/a plus something equal to 0. That means that something, ഇതാണ് നമ്മൾ പറഞ്ഞ something. 1/, -a is 1/a യോട് ചേർത്ത് വെച്ചപ്പോൾ അതിന് 0 കിട്ടി. ഒരു നമ്പറിനോട് ചേർത്ത് വെക്കുമ്പോൾ 0 കിട്ടുന്ന ആൾക്കാർ ആ നമ്പറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. ഈസ് ദ നെഗറ്റീവ് ഓഫ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആണ്. ഈസ് ദ നെഗറ്റീവ് ഓഫ്, വേർഡ്സിൽ തന്നെ അങ്ങനെ എഴുതുക. ഈസ് ദ നെഗറ്റീവ് ഓഫ് ആരുടെയാ? നെഗറ്റീവ് ഓഫ് 1/a. 1/a യോട് ഇതെന്താണെന്നൊന്നും ആലോചിക്കണ്ട. 1/a യോട് ഇത് ആഡ് ചെയ്തപ്പോഴാണ് 0 കിട്ടുന്നത്. -a is the negative of 1/a, or 1/-a equal to 1/-a, ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നതാണ്. ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് 1/a മൈനസ് ഓഫ് 1/a എന്ന് നമുക്ക് എഴുതാം. നമുക്ക് പാർട്ട് ഡിയുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാർട്ട് ഡിയിലും ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മൈനസ് ഓഫ് a/b. a/b എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ നെഗറ്റീവ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് a മൈനസ് a ഡിവൈഡഡ് ബൈ b, പ്രൊവൈഡഡ് b നോട്ട് ഈക്വൽ ടു 0. b ഡിനോമിനേറ്ററോടൊപ്പം നമുക്കറിയാം b നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഫ്രാക്ഷൻ തന്നെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. Then we move to the proof of part d of the question. മൈനസ് ഓഫ് a/b. a/bയുടെ നെഗറ്റീവ് ഈ കാണുന്ന എക്സ്പ്രഷൻ എന്താണെന്ന് പോലും ആലോചിക്കണ്ട, ഈ കാണുന്നതാണ് എന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ടേക്ക് a/b പ്ലസ് a/bയുടെ നെഗറ്റീവ് ആകേണ്ട എന്താണോ അതിനെ ഇവിടെ എടുത്ത് വെക്കുക. a/b പ്ലസ് -a ഡിവൈഡഡ് ബൈ b. ഇത് ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുകയാണെങ്കിൽ രണ്ടാമത് എഴുതിയിരിക്കുന്നത് ആദ്യത്തെ ആളായ a/bയുടെ നെഗറ്റീവ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. a/b പ്ലസ് -a ഡിവൈഡഡ് ബൈ b ഈക്വൽ ടു, ഇവിടെ നമുക്ക് അധികം ഒന്നും ആലോചിക്കാനില്ല. b is the common denominator. Then in the numerator we get a plus -a. Taking LCM only. b is LCM. LCM പോലും എടുക്കാനില്ല. And this is equal to a plus -a equal to a plus -a equal to 0. a4 ഉപയോഗിച്ചാൽ മതി. existence of negative element 0 divided by b. We have used the existence of negative element എന്ന് എഴുതിയാൽ മതി. a4 ഓർത്ത് എഴുതുന്നതിൽ എളുപ്പം അതായിരിക്കും. എക്സിസ്റ്റൻസ് ഓഫ് നെഗറ്റീവ് എലമെന്റ് എന്നുള്ള ആ ടൈറ്റിൽ എഴുതുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം തോന്നും. പിന്നെ ഇതും കോമൺ ആയിട്ടുള്ള നൊട്ടേഷനാണ് ഈ ടെക്സ്റ്റിനെ സംബന്ധിച്ച്. അപ്പം നിങ്ങളതും മനസ്സിലാക്കിയിരിക്കണം. ടെക്സ്റ്റിൽ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ റീസൺ പറയുകയാണെങ്കിൽ നിങ്ങൾ അറിയണ്ടേ, അതുകൊണ്ട് അങ്ങനെ അറിയണം. ദെൻ ന്യൂമറേറ്റർ ഈസ് 0, therefore b not equal to 0 is given, therefore the quantity is 0. a/bയോട് ഒരാളെ ആഡ് ചെയ്തപ്പം റിസൾട്ട് 0 ആയി. ദാറ്റ് മീൻസ് ഒരാളെ ആഡ് ചെയ്തപ്പോൾ ഇയാളെയാണ് ആഡ് ചെയ്തത്. ആ ആള് നമുക്കതേപോലെ ഇങ്ങനെ എടുത്ത് എഴുതാം. ആരാന്ന് അറിയണ്ട. -a ഡിവൈഡഡ് ബൈ b ആഡ് ചെയ്തപ്പം a/bയോട് ആഡ് ചെയ്തപ്പോൾ 0 കിട്ടി. ഈസ് ദ നെഗറ്റീവ് ഓഫ് a/bയോട് ആഡ് ചെയ്തപ്പോഴാണ് 0 കിട്ടി. നെഗറ്റീവ് ഓഫ് a/b. നെഗറ്റീവ് ഓഫ് a/b ഈസ് ഡിനോട്ടഡ് ബൈ മൈനസ് ഓഫ് a/b. a/bയുടെ നെഗറ്റീവിനെ -a കൊടുത്ത് a/b ബ്രാക്കറ്റിൽ ഈക്വൽ ടു എന്നാണ് കിട്ടിയത്? നെഗറ്റീവ് ഓഫ് a/b ഈസ് -a/b.
മൈനസ് എ നെഗറ്റീവ് ഓഫ് എ ഡിവൈഡഡ് ബൈ ന്യൂമറേറ്ററിനെ നെഗറ്റീവ് എടുക്കുക, ഡിനോമിനേറ്ററിനെ അതേപോലെ നിർത്തിയാൽ മതിയെന്ന്. ഒരു ഫ്രാക്ഷൻ്റെ നെഗറ്റീവ് എടുക്കണമെങ്കിൽ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിൻ്റെ സൈൻ അതുപോലെ തന്നെ നിർത്തുക, ന്യൂമറേറ്ററിൻ്റെ സൈൻ മാറ്റുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ ഈ റിസൾട്ടും പ്രൂവ് ചെയ്തു. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഇത്തരം സിമിലർ ആയിട്ടുള്ള 4 റിസൾട്ടുകളാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ലോജിക്ക് ഉപയോഗിക്കാമെങ്കിൽ നെഗറ്റീവ് വരുന്നിടത്ത് ഏത് എലമെൻറ്റിൻ്റെ നെഗറ്റീവ് ആണോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആ എലമെൻറ്റിനോട് എന്താണോ നെഗറ്റീവ് ആണ് എന്ന് പറയേണ്ടത്, അതിനെ ആഡ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും എന്ന് ഉള്ള ലോജിക്ക് അപ്ലൈ ചെയ്യുന്നതാണ് നമുക്ക് വേറെയുള്ള റിസൾട്ടുകളുടെ പ്രൂഫൊക്കെ കൊടുക്കാതെ ചെയ്യാൻ നല്ലത്. അതുകൊണ്ട് അത് ഉപയോഗിക്കുക, അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: സോൾവ് ദ ഇക്വേഷൻസ്. നമുക്ക് 4 ഇക്വേഷൻസ് ഉണ്ട്. ജസ്റ്റിഫൈങ് ഈച്ച് സ്റ്റെപ്പ്. സബ്ഡിവിഷൻ എയിൽ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ 2x + 5 = 8 എന്നുള്ളതാണ്. 2x + 5 ഇങ്ങനെ 4 ഇക്വേഷൻസ് ആണ് നമുക്കുള്ളത്. ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. ജസ്റ്റിഫൈങ് ഈച്ച് സ്റ്റെപ്പ് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യണം? യൂസിങ് an algebraic or order property or a result or theorem obtained from algebraic or order properties. അങ്ങനെ സബ്ഡിവിഷൻസ് ഉള്ളതാണ്, അത് നമുക്ക് അവിടെ ആഡ് ചെയ്ത് വെക്കാം.